തമാശ. ഇത് 20, ഇത് 5, 25, 25,000 കഴിഞ്ഞില്ലേ? എല്ലാം കൂടെ ചേർത്ത് 3 ലക്ഷമായില്ലേ? എടാ ചെറുക്കാ, നീ എന്തിനാ അങ്ങനെ ചിരിക്കുന്നേ? ചിരിക്കാതെ പിന്നെ എന്താ വേണ്ടേ? 25 രൂപ നിന്റെ കണക്കിൽ 25,000 രൂപയാണോ? ഇത് വെറും 25 രൂപയാണ് മോളെ. നമുക്ക് 1000ന്റെ കണക്കിൽ വേണം. അതെങ്ങനെയാ? സുബി, നമുക്ക് ഒരു പൂജ്യമല്ല, ഇനി 3 പൂജ്യം കൂടി വേണം. അപ്പോഴാ ഇത് 1000 ആവുക. അത് തന്നെ ചേച്ചി. ഇതില് 1 പൂജ്യമുണ്ട്, ഇതില് 2 പൂജ്യമുണ്ട്. അപ്പൊ ആയില്ലേ? അയ്യോ, എങ്ങനെയാ പറഞ്ഞു തരാ? എനിക്ക് എണ്ണാൻ പോലും അറിയില്ല. ഞാൻ സ്കൂളിലേക്ക് പോണായിരുന്നു. അപ്പൊ പഠിച്ച് മിടുക്കിയാവായിരുന്നു. നീ ഇപ്പോഴും മിടുക്കിയാ മോളെ. പക്ഷേ കണക്കറിയില്ലെന്നേ ഉള്ളൂ, പഠിപ്പറിയില്ലെന്നേ ഉള്ളൂ. അതത്ര ആനക്കാര്യമൊന്നുമല്ല. അമ്മ പറയാറുണ്ടല്ലോ, നമ്മൾ സ്കൂളിലേക്ക് പോയാ ജീവിതം അടിപൊളിയാവുമെന്ന്. ഒരു ദിവസം അച്ഛനും അമ്മയും എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമല്ലോ. അപ്പൊ അവർ തന്നെ എന്നെ സ്കൂളിൽ ചേർത്തോളും. സീതമ്മ, എത്ര ദിവസമായി നീ എനിക്ക് ഇഞ്ചക്ഷൻ തന്നിട്ട്? വേഗം താ. അയ്യോ, ഇവളിതെപ്പോഴാ ഉറങ്ങിയത്? ഞാൻ ഉണർന്നിരിക്കുകയാണ് സീതമ്മ. സീത, നീ കോഫി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അപ്പൊ ഉറങ്ങിയതാന്ന് തോന്നുന്നു. രാത്രി മുഴുവൻ കഥ പറയാന്ന് പറഞ്ഞ് എഴുന്നേറ്റിരിക്കും. ഇപ്പൊ നോക്കിയേ, പകല് കിടന്ന് ഉറങ്ങുന്നത്. ഇഞ്ചക്ഷൻ കൊടുക്കാനുള്ള സമയമായില്ലേ? അവളെ എഴുന്നേറ്റിട്ട് കൊടുത്താ പോരെ? ഞാൻ ഉറങ്ങിയിട്ടില്ല പ്രീ. ശരി, എഴുന്നേറ്റിട്ട് കൊടുക്കാം. സീത, നീ ശരിക്കും ഒരു പാവ. സിഹി ഇല്ലെന്നുള്ള കാര്യം നീ അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. നിനക്ക് അന്ന് തൊട്ടുള്ള കാര്യമൊന്നും ഓർമ്മയില്ലേ സീത? ഒരുമിച്ച് കോഫി കുടിക്കാന്ന് പറഞ്ഞിട്ട് ഈ ദാസനും വിജയനും എവിടെ പോയി? ശരി, നമുക്ക് കുടിച്ചാലോ? ഇതാ. സീത, നിന്റെ ബർത്ത്ഡേക്ക് എന്താ സംഭവിച്ചെന്ന് നീ ശരിക്കും എന്നോട് പറഞ്ഞില്ലല്ലോ. അന്ന് എന്താ ഉണ്ടായത്? ബർത്ത്ഡേയുടെ അന്നോ? ഞങ്ങളൊന്ന് പുറത്തു പോവാണ്. ചെറിയൊരു കാര്യമുണ്ട്. ഇനി നിങ്ങൾക്ക് സിഹി അഡോപ്റ്റ് ചെയ്യാനുള്ള ഈ പേപ്പറിൽ സൈൻ ചെയ്യാം. സിഹി ലീഗലി നിങ്ങളുടെ മകളാകും. പക്ഷെ ഒരു മേജർ ഡോക്യുമെന്റ് മിസ്സായിട്ടുണ്ട്. ഞാൻ പോയി കൊണ്ടുവന്നോളാം. സീതമ്മ, നമുക്ക് വേഗം പോണം സീതമ്മ. അന്ന് നിങ്ങൾ എല്ലാരും എന്നെ വിഷ് ചെയ്തിരുന്നു. ഞങ്ങള് ലോയറിന്റെ ഓഫീസിലേക്ക് പോയി. അവിടെ ശ്യാമും ശാലിനിയും വന്നിരുന്നു. ഡോക്യുമെന്റ്സിലെല്ലാം സൈൻ ചെയ്തു. ഏതോ ചില ഡോക്യുമെന്റ്സ് മിസ്സായിരുന്നു. അത് എടുക്കാൻ വേണ്ടി ഞാനും സിഹിയും ക്യാബ് ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് വന്നു. ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് തിരിച്ചു പോകുന്ന സമയത്ത് അത് കഴിഞ്ഞ് എന്തുണ്ടായി? അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. തിരിച്ച് ക്യാബിൽ തന്നെ പോയത്. ക്യാബിൽ നിന്ന് ഇറങ്ങിയ സമയത്താ എനിക്ക് ആക്സിഡന്റ് പറ്റിയത്. നിനക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? ആക്സിഡന്റ് ആയില്ലേ? ആക്സിഡന്റോ? എന്തോ ഒരു ചെറിയ ആക്സിഡന്റ് ഒക്കെ പറ്റി എനിക്കും സിഹിക്കും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നെന്ന് എല്ലാരും പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കിത് ഓർമ്മ കിട്ടുന്നില്ല.
അന്ന് ലോയർ ഓഫീസിൽ വെച്ച് സിഹി ലീഗലായി ഞങ്ങളുടെ മകളായി. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് എന്തായെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പ്രിയ. ചെറിയ ചെറിയ മുറിവല്ല സീത, വളരെ വലിയ മുറിവാ ഉണ്ടായത്. സിഹി നമ്മളെ എല്ലാം വിട്ടുപോയി സീത. ഇത് ഞാൻ നിന്നോട് എങ്ങനെയാ പറയാ? അച്ഛാ, എന്തോ നിങ്ങൾ എല്ലാവരും സീതയെ വല്ലാതെ കെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവളുടെ അവസ്ഥ ഓരോ ദിവസം ചെല്ലുന്നോറും മോശമായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വല്ലാത്ത അപകടം അച്ഛാ. അത് പോരാഞ്ഞിട്ടിന്ന് ഞങ്ങളുടെ ലേഡീസ് ക്ലബിലെ കുറച്ച് മെമ്പേഴ്സ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അവരുടെ മുമ്പിൽ വെച്ച് സീത ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ എന്തായിരിക്കും അച്ഛാ? അവക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതാ. എന്നാലും തന്റേതായ ഒരു സാങ്കല്പിക ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുക അവള്. അല്ലാതെ നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്നില്ലല്ലോ. നമ്മുടെ പ്രയാസത്തിന്റെ കാര്യമല്ല അത്. പിന്നെ സീതയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാ അവളെ ഇതുപോലെ വിട്ടാ അത് പിന്നെ വലിയ പ്രശ്നമാവില്ലേ അച്ഛാ? ശരി മോളെ, എന്താ വേണ്ട നീ തന്നെ പറയുക. അത് പിന്നെ അച്ഛാ, എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അച്ഛാ. നമുക്ക് സീതയെ അവിടെ അഡ്മിറ്റ് ചെയ്താലോ അച്ഛാ? മേമ, നിങ്ങൾ എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? മെന്റൽ ഹോസ്പിറ്റലിലോ? സീത എന്റെ ഭാര്യയാണ്. അങ്ങനെ അവള് ബിഹേവ് ചെയ്യാൻ കാരണം ഇപ്പൊ ഉണ്ടായ ഷോക്കാണ്. അപ്പോ ഞാനത് ആ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞത്. നമ്മുടെ സീതയ്ക്ക് പെട്ടെന്നൊന്ന് ഭേദാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. എന്ത് വേണോന്ന് എനിക്കറിയാം മേമ. മുത്തശ്ശ, നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. സീതയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ. എത്രയും വേഗം സീതയെ ഞാൻ തിരിച്ച് നോർമൽ ആക്കിയിരിക്കും. അതെയോ? കണ്ടില്ലേ ഭാർഗവി, നീ ആലോചിച്ച പോലെ അവനൊരു വഴി കണ്ടെത്തിയില്ലേ? ആയിക്കോട്ടെ റാം, നീ അങ്ങനെ ചെയ്തു. എന്തായാലും പഴയതുപോലെയൊക്കെ തന്നെ ആയാ മതി. ശരി, കൊണ്ടുപോയിക്കോ മോനെ. സീതയെക്കുറിച്ച് നീ ഒന്നും ആലോചിക്കണ്ട. അവളുടെ കാര്യങ്ങളെല്ലാം അവൻ നോക്കിക്കോളും. ആ വിശ്വാസം എനിക്കുണ്ട്. അതേ സൂരി, അവര് വളരെ നല്ല സൈക്കാട്രിസ്റ്റാ. സീതയെ അവരെ ഒന്ന് കാണിച്ചാ എല്ലാം പെട്ടെന്ന് ഭേദമാവും. സംശയം വേണ്ട. ശരി മുത്തശ്ശ, എന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോനെ, പെട്ടെന്നായിക്കോട്ടെ, ചെന്നോ. നോക്കടാ, ഒരുപാട് ആളുള്ളിടത്തൊന്നും കളയണ്ട. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പോലീസിന്റെ ചെവിയിലെത്തും. അവിടെ ആ വലിയ വീടിന്റെ പുറകിലൊരു സ്ഥലമില്ലേ, അവിടെ കൊണ്ട് കളഞ്ഞോ. ഒരുമിച്ച് ഒരാളുടെയും കണ്ണിൽ പെടരുത്. ഓക്കേ ബസ്. മുത്തശ്ശ, ഈ പേഴ്സ് ഞാൻ എന്റെ കയ്യിൽ വെച്ചോളാം. നല്ല ഭംഗിയുണ്ട്. സിനിമയ്ക്കൊക്കെ പോകുമ്പോ ഇതും കൊണ്ടുപോകാലോ എനിക്ക്. ഇതെന്ത് കത്താ? ഇതിനകത്ത് എന്താ എഴുതിയേക്കുന്നതെന്നൊന്ന് വായിച്ചു തരുമോ? ഏതോ ആശുപത്രിയിലെ ഡോക്ടർ എഴുതിയ ചീട്ടാ. 18-ാം തീയതി തന്നെ വരണമെന്നാണല്ലോ ഇതില്. എന്തോ ഓപ്പറേഷൻ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഈ കൂട്ടത്തിലിട്ടേക്ക്. സോറി മോളെ, ഞാനൊരു ടെൻഷനിൽ അങ്ങ് വന്നുപോയതാ. നീ ഓടി വന്നത് ഞാൻ കണ്ടതേയില്ല. മോള് കുഞ്ഞല്ലേ, അച്ഛന്റെ അമ്മയുടെ കൂടെ നിക്കണ്ടേ? കേട്ടല്ലോ. ഇതില്ലേ നമ്മൾ കളയണ്ട. അതെന്താ? ഇത് ഇന്നലെ നമ്മൾ
കണ്ടില്ലേ എന്നോട് സംസാരിച്ച ആ ചേച്ചി? ആ ചേച്ചിയുടെ പേഴ്സിലുണ്ടായിരുന്ന ചീട്ടായത്. ഇതും അവരുടെ ആ പൈസയും നമുക്ക് അവർക്ക് തിരിച്ചു കൊടുത്താലോ? സീത, റാം, എന്താ നിങ്ങൾക്ക് പറ്റിയത്? നേരത്തെ എങ്ങോട്ടാ പോയത്? ഒന്നുമില്ല സീത, ഇപ്പൊ നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. നീ ഒന്ന് വേഗം റെഡിയായി വരുമോ? എങ്ങോട്ടേക്കാ? അതെല്ലാം ഞാൻ പറയാം, നീ ഇപ്പൊ ആദ്യം ഒന്ന് റെഡിയാവ്. അച്ഛാ, ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ? എന്നെയും കൊണ്ടുപോവോ? ശരി, ആദ്യം നിങ്ങൾ കോഫി കുടിക്കുക, അല്ലെങ്കിൽ അത് തണുത്തു പോവും. കുടിച്ചോളാം, നീ വേഗം റെഡിയാവാ. ശരി. റാം, ഇപ്പൊ നിങ്ങളെ കാണാൻ നല്ല ഹാൻസം ആയിട്ട് തോന്നുന്നുണ്ട്. ഈയിടെയായിട്ട് നിങ്ങളെ കാണുമ്പോ എന്തോ നഷ്ടപ്പെട്ടതുപോലെയാ. അതെ സീത, നഷ്ടപ്പെട്ടതാ. എന്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു. റാം, സിഹി നമ്മുടെ കൂടെ വന്നോട്ടെ അല്ലേ? ഞാനും വരുന്നുണ്ട്. വേണ്ട സീത, സിഹി ഇന്നിവിടെ നിന്നോട്ടെ. നമുക്ക് പോയിട്ട് വരാം, പോയിട്ട് വേഗം വരാം. ആ സീത, സിഹിയെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ. സീത, സിഹി ഞങ്ങളുടെ കൂടെ നിന്നോളൂ, പേടിക്കണ്ട. ശരി, ആയിക്കോട്ടെ. സിഹി എന്തായാലും ഉറങ്ങിയതല്ലേ, ഇവിടെ നിന്നോട്ടെ. ദാ വരുന്നു. ഓ, പ്രിയ, അവൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണം, മറക്കരുതേ. അവൾ ചോദിക്കും സീതം എവിടെയെന്ന്. ഞാനൊരു 1 hourല് വരുമെന്ന് പറഞ്ഞേക്കേ. പിന്നെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം, ചൂടോട് കൊടുക്കണേ. നല്ല തണുപ്പല്ലേ ഇപ്പോ. അവള് ശരിക്ക് കഴിക്കില്ല, നീ കഥ പറഞ്ഞ് കഴിപ്പിക്കണം. ഈ ഇടയായിട്ട് വല്ലാതെ വികൃതിയായിട്ടുണ്ട് ഇവള്. ഇവളും അനിയും കൂടെ ഒരുമിച്ച വീട് മുഴുവൻ ബഹളം വെച്ചോണ്ടിരിക്കും. സീത, അവള് നോക്കിക്കോളും, നീ വേഗം പോയി റെഡിയാവ്. ശരി, ഒരു 2 മിനിറ്റ് വരാവേ. എന്ത് രസമായിട്ട് ഉറങ്ങുന്നേ. തിരിച്ചെത്രയാ കൊടുക്കണ്ടേ? അവർക്ക് ആ പൈസ വെച്ച് മരുന്ന് എന്തെങ്കിലും വാങ്ങാനുണ്ടായിരുന്നെങ്കിലോ? നമ്മളത് കട്ടെടുത്തോണ്ട് അവർക്കത് ബുദ്ധിമുട്ടായ? അവർക്ക് ബുദ്ധിമുട്ടായെന്ന് കരുതി നമ്മളെന്ത് ചെയ്യാനാ? മണി ആരുടെ ആണെങ്കിലും വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാ തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല സുബി. മുത്തശ്ശൻ പറയാറുണ്ടല്ലോ, നമ്മൾ കടലിൽ നിന്ന് എത്ര വെള്ളം കുടിച്ചാലും കടലിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലാന്ന്. അതുപോലെ പൈസക്കാരുടെ അടുത്തുനിന്ന് എത്ര പൈസ എടുത്താലും അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പക്ഷേ പാവങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കപ്പ് വേണ്ട, ഒരു തുള്ളി എടുത്താലും അതവർക്ക് ജീവമരണ പോരാട്ടാവൂന്ന്. നമ്മൾ അവരുടെ പൈസ കട്ടെടുത്തതാ. അവർക്ക് ആ ഓപ്പറേഷൻ നഷ്ടപ്പെട്ടാൽ അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ? അതുകൊണ്ട് നമുക്ക് ഇതും അവരുടെ പൈസയും തിരിച്ചു കൊടുത്താലോ? നീ പറഞ്ഞത് ശരിയാ മോളെ, അത് തന്നെ ചെയ്യാം. പക്ഷേ അവര് നമ്മൾ എവിടെയാന്ന് വെച്ചാ തിരയുന്നേ? ഈ ചീട്ടി പറഞ്ഞ ആശുപത്രിയിലേക്ക് പോവാം. അവർ അങ്ങോട്ട് വരുമല്ലോ. ആ, എന്തായാലും വരും. ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ ഈ പറഞ്ഞ തീയതിക്കകത്ത് വരണമെന്ന്. 18 പറയുമ്പോ അത് ഇന്നല്ലേ? എന്നാ വാ പോവാം.
ശരി ശരി. മുത്തശ്ശ, അവരുടെ പൈസ. നിക്ക് മോളെ. മഹാകാളി, അവർക്കൊന്നും സംഭവിക്കല്ലേ. അവരുടെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തോളാം. റാം, എങ്ങോട്ടാ നമ്മള് പോകുന്നേന്നൊന്ന് പറ. ഞാൻ പറയാം. മുത്തശ്ശ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി വരാം. പക്ഷെ എങ്ങോട്ടാന്ന് ചോദിച്ചിട്ട് റാം പറയുന്നേയില്ല. അവൻ എങ്ങോട്ട് കൊണ്ടുപോയാലും നല്ലതിനാ മോളെ, പോയിട്ട് വാ. ശരി മുത്തശ്ശ. മുത്തശ്ശ, അച്ഛനും അമ്മയും എന്നെ കൂട്ടാതെയാ പുറത്തേക്ക് പോകുന്നത്. എനിക്ക് പ്രീന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമാ. പക്ഷെ അച്ഛന്റെ അമ്മയുടെ കൂടെ പോവാനാ തോന്നുന്നത്. എന്നെ കൊണ്ടുപോവാൻ പറ. അപ്പോ സീതയൊന്ന് ശ്രദ്ധിച്ചേക്കണേ മോനെ. ശ്രദ്ധിക്കണമെന്നോ? എന്തിനാ അമ്മേ? അത് ആക്സിഡന്റ് കഴിഞ്ഞല്ലേ, അതുകൊണ്ട് ശ്രദ്ധിച്ചു പോയി വരണമെന്ന് പറഞ്ഞേ ഉള്ളൂ. അമ്മേ, നിങ്ങൾ അതാലോചിച്ച് വിഷമിക്കണ്ട. ഞങ്ങൾ ശ്രദ്ധിച്ചു പോയി ശ്രദ്ധിച്ചു വന്നോളാം. പ്രിയ, നീ മുകളിലേക്ക് ചെല്ല്. സിഹി അവിടെ ഒറ്റയ്ക്കല്ലേ. ഞങ്ങൾ വേഗം തിരിച്ചു വരാട്ടോ. സീത, സിഹി ഞങ്ങളുടെ കൂടെ കളിച്ചിരുന്നോളും. നമ്മള് കളിക്കാൻ പോവാണോ? എന്ത് കളിയാ ആഘോഷങ്ങൾ? നിങ്ങളോട്ടും ലേറ്റ് ആകണ്ട, പോയിട്ട് വാ. ശരി. ആരോ വന്നെന്ന് തോന്നല്ലോ. ഓ, വരൂ. ഭാർഗവി ഇല്ലേ ഇവിടെ? ആ, അകത്തുണ്ടല്ലോ. വരൂ എല്ലാരും. വരൂ. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? നിങ്ങൾ എങ്ങോട്ടോ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? കോഫിയാണോ ടീ ആണോ? എല്ലാവർക്കും കോഫി മതി. ശരി, കൊണ്ടുവരാം. ഇതെന്താ, ഈ സീതയ്ക്ക് കുഞ്ഞു മരിച്ചു പോയതിന്റെ വിഷമമൊന്നും മുഖത്ത് കാണുന്നതേയില്ല. അതെ, ചിരിച്ചു കൂളായിട്ടാ നിക്കുന്നെ. ഇതെന്താ ഭാർഗവ്, രാമനും സീതയും ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് പുതിയ സെറ്റ് ഓഫ് വുമൺ പ്ലേയേഴ്സ് വന്നല്ലോ. നിന്റെ പുതിയ സ്ട്രാറ്റജിയാണോ ഇത്? എന്തൊക്കെ സംഭവിച്ചാൽ ഇന്ന് അവര് രണ്ടുപേരും ഒരു സൈക്കാട്രിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ പാടില്ല. അവര് കളിക്കുമ്പോ ഞാനും ഒന്ന് കളിക്കണ്ടേ? എന്തൊരു ബിഗ് ഹോസ്പിറ്റലാ. ഇതിനകത്തേക്ക് എങ്ങനെയാ പോകുന്നത്? പോയാലും ആന്റി എങ്ങനെയാ തിരയുന്നത്? അകത്ത് കയറിയ പെണ്ണിനെ കണ്ടെത്തുന്ന വീട്. ആദ്യം നമ്മളെ ഇവന്മാർ അകത്ത് കയറ്റണ്ടേ? ഇതാരോടാ? എന്താ വിട്ടാല്? പിന്നെ എന്തിനാ ഇതിന്റെ ഓണർ ഇവിടെ ഉണ്ടാക്കി വെച്ചേ? ഓണറിന് മാത്രം പോകാനല്ലല്ലോ കുട്ടിലിംഗം. നമുക്കറിയുന്ന ഒരാൾ അകത്തുണ്ട്. അവരെ കാണാൻ പോവാണെന്ന് പറഞ്ഞ ഇവര് വീടില്ലേ? അവര് വിടും. നമ്മള് വൈകിപ്പിക്കാൻ പാടില്ല. ഇനി എങ്ങാനും ആ ചേച്ചിയുടെ ഓപ്പറേഷൻ നടന്നില്ലെങ്കിലോ? വേഗം പോവാ. എങ്ങോട്ടാ പോകുന്നത്? ആശുപത്രിയുടെ അകത്തേക്ക്. ഞങ്ങൾക്ക് അറിയുന്ന ഒരാൾ അകത്തുണ്ട് ചേട്ടാ. ഒന്ന് അകത്തേക്ക് വിടുവോ? നിങ്ങൾക്ക് അറിയുന്ന ആള് അകത്തുണ്ടെന്നോ? ഇത് ഞാൻ വിശ്വസിക്കണോ?
കണ്ടാ തന്നെ അറിയാം തെണ്ടി പിള്ളേരാ. എന്റെ അടുത്താണോ കഥ ഇറക്കുന്നേ? ഏയ്, മര്യാദക്കൊക്കെ സംസാരിക്കണം കേട്ടോ. ആരാണെങ്കിലും എന്താ, ആശുപത്രിയിൽ കയറാൻ പാടില്ലേ? അകത്തേക്ക് വിടറോ. കണ്ടിട്ട് നല്ല കള്ളന്മാരെ പോലെയുണ്ട്. ഇവിടുന്ന് പോകുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. ആ പോ. വേണ്ട. ഞാൻ പറഞ്ഞതല്ലേ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അവർ അകത്തോട്ട് വിടില്ലെന്ന്. ഇനി എങ്ങനെ നമ്മൾ അകത്തേക്ക് പോവാ? ആ ചേച്ചിക്ക് എങ്ങനെ പൈസ കൊടുക്കുക? സുബി, തിരിച്ച് ഹോമിലേക്ക് പോയി വാ. ഏയ്, ആന്റിക്ക് പൈസ കൊടുക്കാതെ പോകുന്നത് ശരിയാണോ? അകത്ത് വിടാതെ എങ്ങനെ കൊടുക്കാനാ? അല്ല, നമുക്കെന്നാ ഇങ്ങനെ ചെയ്തൂടെ? എങ്ങനെ?